മോർണിംഗ് ഗൈസ്. അപ്പം എല്ലാവർക്കും തിരുവോണാശംസകൾ കേട്ടോ. അപ്പം ഞാൻ തിരുവോണ ദിവസമായിട്ട് രാവിലെയൊക്കെ എണീച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മലക്കറിയൊക്കെ ഇതായിട്ട്. അപ്പോൾ നമുക്കിന്ന് സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ. രാവിലെ അങ്ങനെ പുട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തിരുവോണമായിട്ടപ്പോൾ രാവിലെ സാമ്പാർ അതിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇഞ്ചിക്കറിയും നാരങ്ങക്കറിയും അതേപോലെ മാങ്ങാച്ചാറും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞപ്പവും കൂടി ഞാൻ വെച്ച് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓണത്തിനൊരു അത്തമിടാതെ എന്ത് ആഘോഷമാണല്ലേ. അങ്ങനെ അതേ പൂക്കളൊക്കെ എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്തം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പറ്റുന്ന രീതിയിൽ കുട്ടികളുടെ സന്തോഷത്തിന് വരെ അത്തം അങ്ങ് ഉണ്ടാക്കി കേട്ടോ. എന്ത് അത്തമാണെന്ന് മാത്രം ആരും ചോദിക്കരുത്. കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്തമൊക്കെ ഏകദേശം ആയി. അപ്പോൾ ഇനി പരിപ്പും വെച്ച് അതേപോലെ തന്നെ ഒരു പായസം, സേമിയ പായസമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയത്. ആൻഡ് ഫൈനൽ പപ്പടവുമായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി അത്തം. ഞാനത് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മൈ ഫേവറേറ്റ് ഒരു സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അങ്ങനെ ഓണം കളറാക്കാനുള്ള പരിപാടിയിലാണ്. തിരുവോണമായിട്ട് സദ്യക്ക് അത്യാവശ്യം ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ പായസം ആയതുകൊണ്ട് ബോളിയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനൽ നമ്മളുടെ സദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ ഓണം ഇത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ കേട്ടോ. അപ്പം ഞാനും അവരെ കൂടെ ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ രാവിലെ മുതലുള്ള ഒരു ഓട്ടമാണ്. ഉണ്ടാൽ ക്ഷീണം തിണ്ടിക്കും എന്ന് പറഞ്ഞതുപോലെ ഞാനും ഒന്ന് അല്പം റെസ്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.